റിട്ടയർമെന്റ് എന്ന പടികടന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മുന്നിൽ ശൂന്യതയാവും കാണുക. ഇനി എന്ത് എന്ന തോന്നൽ. 10-30 വർഷത്തോളം ഇടപഴകിയ സ്ഥലം, ആൾക്കാർ, അവയൊക്കെയും നമുക്ക് അന്യമാവുന്നു. പതുക്കെ പതുക്കെ ഒരു നിർവികാരത നമ്മെ തേടിയെത്തും. കാരണം നാം ഇരിക്കുന്ന ഈ ഭൂമിയും പരിക്രമണത്തിന്റെ പാതയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മെ പോലെ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഓരോരുത്തരും ആ വസ്തുത അംഗീകരിച്ചേ മതിയാവും. നമുക്കുള്ള പാത മുൻപേ വരഞ്ഞു ചേർത്തതാണ്. അതിന്റെ തെറ്റും ശരിയും നാം മനസ്സിലാക്കണമെന്ന് മാത്രം. ഈ മാറ്റത്തെ നാം ഉൾക്കൊള്ളണം. ഒരു തിരിഞ്ഞു നോട്ടം അതിന് വേണ്ട. അതൊക്കെയും കാലചക്രത്തിൽ വിസ്മരിക്കപ്പെട്ടു കഴിഞ്ഞു. മുന്നോട്ട് മാത്രം ചിന്തിക്കുക. തളർന്നിരിക്കരുത്, തകർന്നു പോകും. ആധുനിക ലോകം ഏതൊരു മനുഷ്യനും ഇന്ന് അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. നാം അത് സ്വായത്തമാക്കാൻ ശ്രമിക്കുക. നമ്മുടെ കാലുകളുടെ ഊർജ്ജസ്വലതയും ചുറുചുറുക്കും നഷ്ടപ്പെടുമ്പോൾ മനസ്സിലാക്കാം നാം വാർദ്ധക്യത്തോടടുക്കുന്നുവെന്ന്. വാർദ്ധക്യത്തെ ചേർത്തു നിർത്തരുത്. ഊർജ്ജസ്വലതയെ, യുവത്വത്തെ ചേർത്തു നിർത്തുക. ചിന്തകൾ നമുക്ക് ഉത്തരം തരാതിരിക്കുമ്പോൾ നമുക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു. അപ്പോൾ മനസ്സിലാക്കാം വാർദ്ധക്യം നമ്മെ അസ്വസ്ഥരാകുന്നതിന്. പിന്നെ രോഗങ്ങൾ നമ്മെ കീഴടക്കുകയായി. ജീവിതശൈലി രോഗങ്ങൾ, നാം ഇതുവരെ കണ്ടതും കേട്ടതുമായ പല പല രോഗങ്ങൾ നമ്മുടെ അനുവാദം ചോദിക്കാതെ തന്നെ ഇടിച്ചു കയറും നമ്മളെ. അങ്ങനെയൊരു സാഹചര്യം ഇല്ലാത്തവരായി ആരെങ്കിലും അപൂർവമായാണ് ഉണ്ടാകുക. ഡയബറ്റിക്സ്, പ്രഷർ, ശ്വാസകോശ രോഗങ്ങൾ, അലർജി തുടങ്ങി വന്നു പോകുന്ന അസുഖങ്ങളും ഒരിക്കലും തിരിച്ചു പോകാതെ നമ്മെ കാർന്നുകൊണ്ടിരിക്കുന്ന രോഗങ്ങളും ഒഴിയാബാധയായി നമ്മുടെ മുന്നിലെത്തും. ഈ ഒരവസ്ഥയിൽ നിന്ന് നമുക്കൊരു തിരിച്ചുപോക്ക് ആഗ്രഹിക്കാത്തവരായി ആരും ഉണ്ടാവില്ല. ഇനി എന്തൊക്കെ ചെയ്യാനാവും നമുക്ക് എന്ന് നോക്കാം. പലതരം ഹോബിയിൽ ഏർപ്പെടാം. കഥയും കവിതയും എഴുതാം. ചിത്രരചനയും പെയിന്റിങ്സും ആവാം. പുസ്തക വായന ശീലമാക്കാം. ഏതെങ്കിലും ഓൺലൈൻ ഗ്രൂപ്പിൽ അംഗമായി യോഗയും മെഡിറ്റേഷനും ഫിസിക്കൽ എക്സസൈസും ഒക്കെയുള്ള അവരുടെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാം. ആരോഗ്യ പരിപാലനത്തിൽ നല്ല ശ്രദ്ധ വേണം. അതിനായി ദിവസവും അരമണിക്കൂറെങ്കിലും ചെരുപ്പിടാതെ നടക്കുക. ഗാർഡനിങ് ചെയ്യാം. ആ പൂക്കളും പുൽക്കൊടികളും നമുക്കുണർവും ഉന്മേഷവും ഉത്തേജനവും നൽകുന്നു. കുടുംബ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോക്കുവരവുകൾ ബന്ധങ്ങൾ കൂട്ടിയുറപ്പിക്കുവാൻ സഹായിക്കുന്നു. അത് തമ്മിലെ വിരസത ഒഴിവാക്കാൻ സഹായിക്കുന്നു. പുതുതായി ഏതെങ്കിലും ഓൺലൈൻ കോഴ്സിൽ ചേരുക. അങ്ങനെ നമുക്ക് വിരസതയിൽ നിന്നും പുറത്തേക്കൊരു വാതായനം തുറന്നു കിട്ടും. ഏതെങ്കിലും കമ്മ്യൂണിറ്റി സർവീസ് സംഘടനയിൽ അംഗമാകാൻ താല്പര്യം കാണിക്കുക. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന സംതൃപ്തി അനിർവചനീയമായിരിക്കും. പുതിയ പുതിയ സ്ഥലങ്ങൾ, പോകാൻ ആഗ്രഹിച്ചിരുന്ന ദേവസ്ഥാനങ്ങൾ എന്നിവയിലേക്ക് കൂട്ടമായി പോകുന്ന പല ഗ്രൂപ്പുകളും ഉണ്ടാകും. അവരോടൊപ്പം ചേർന്ന് പോകുക. സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഗ്രൂപ്പുകൾ, ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ് എന്നിവയിൽ ഭാഗമാക്കുക. ആരോഗ്യപരമായ ബന്ധം നിലനിർത്തുക. അനാവശ്യമായ ഇടപെടലുകൾ ഒഴിവാക്കുക. ഇങ്ങനെ നമ്മുടെ ആരോഗ്യവും മാനസികവുമായ പിരിമുറുക്കത്തിൽ നിന്നും നമുക്ക് മോചിതരാകാം. റിട്ടയർമെന്റിന് ശേഷം എനിക്കും മാനസികവും ശാരീരികവുമായ പിരിമുറുക്കങ്ങളിലൂടെ കടന്നുപോയിരുന്ന ദിനങ്ങൾ ഉണ്ടായിരുന്നു. മുൻജന്മ കർമ്മബന്ധങ്ങളുടെ പ്രേരണ നമ്മെ ഈ ജന്മത്തിലും പല സ്ഥലത്തും കൊണ്ടെത്തിക്കുന്നു. അങ്ങനെ ഞാൻ അനൂപ് പട്ടർ സാറിന്റെ മുദ്ര തെറാപ്പി ഓൺലൈൻ ക്ലാസ്സിൽ എത്തിക്കപ്പെട്ടു. അവിടെ എത്തപ്പെട്ടത് ഒരു നിമിത്തമായി ഞാൻ കരുതുന്നു. ആദരണീയരായവർ നമ്മെ അവിടത്തേക്ക് വഴി തെളിയിക്കപ്പെട്ടു എന്നേ പറയാവൂ. 2 വർഷത്തോളം സാറിന്റെ ക്ലാസ്സിൽ സജീവ സാന്നിധ്യമായി മഹാമനസ്കനും ക്ഷമാശീലനുമായ സാർ 40 വയസ്സിന് മുകളിലുള്ള ഓരോരുത്തരെയും കുഞ്ഞുങ്ങളെ പോലെ കരുതി നമ്മളിലെ അജ്ഞതയും വൈരാഗ്യവും മാറ്റി അസുഖത്തെ മരുന്നില്ലാതെ എങ്ങനെ നമ്മുടെ വിരൽത്തുമ്പിൽ ഒതുക്കി നിർത്താമെന്ന് പറഞ്ഞു തരുന്ന പ്രാക്ടിക്കൽ ക്ലാസ്സുകളായിരുന്നു ഈ 2 വർഷങ്ങളിലും ഞാൻ അറിഞ്ഞത്.
മുദ്ര തെറാപ്പി കൂടാതെ സി തെറാപ്പിയും കളർ തെറാപ്പിയും പാഠ്യവിഷയങ്ങളായിരുന്നു. പിന്നീട് മോചിതാജിയുടെ മോക്ഷയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലും ഞാൻ സജീവ സാന്നിധ്യമായി. 108 ദിവസത്തെ മഹാസാധന ക്ലാസ്സുകൾ മുടക്കം വരാതെ അറ്റൻഡ് ചെയ്തു. നമ്മുടെ മനസ്സിനെ ഈശ്വര തലത്തിൽ എത്തിക്കാനുള്ള മാർഗങ്ങളും സാധനയുടെ ബാലപാഠങ്ങളും സ്വായത്തമാക്കി. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ചെറുതായെങ്കിലും നമ്മുടേതായ വിചാരധാരയുറപ്പിക്കാനായി. ഇതിൽ കൂടുതലും ചെയ്യാൻ നമുക്ക് സാധിക്കും മനസ്സ് വെച്ചാൽ. ഒരുമിച്ച് ചേരാം ഈ കൂട്ടായ്മയിൽ. എഴുതും, നിങ്ങൾക്ക് കഴിയും. മടിയാണ് നമ്മുടെ മാർഗത്തെ തടയുന്നത്. എല്ലാം അറിയുന്നവരായി ആരുമില്ല ഈശ്വരനല്ലാതെ. അതുകൊണ്ട് തന്നെ ഉറച്ച വിശ്വാസത്തോടെ മുൻപോട്ട് പോകൂ. പലരും പറയുന്നത് പോലെ വയസ്സ് ഒരു നമ്പർ മാത്രമാണ്. നമ്മുടെ ഉള്ളിൽ തകർന്നടിഞ്ഞ വികാര വിചാരധാരകൾ ഉണരട്ടെ. ഇനി വരുന്ന ദിനങ്ങൾ നമ്മുടേതും കൂടിയാവട്ടെ. ശുഭാപ്തി വിശ്വാസത്തോടെ സ്നേഹപൂർവ്വം സുകന്യ.